രാവിലെ തന്നെ വിറകടുപ്പിൽ തീ കത്തിച്ചു. മൺകലത്തിൽ കഞ്ഞിക്ക് വെള്ളം വെച്ചു. വെള്ളം തിളച്ചു വന്നപ്പം അരി കഴുകിയിട്ടു. അരി അങ്ങനെ അവിടെ കിടന്ന് പതിയെ തിളച്ച് വെന്ത് വരുന്നുണ്ട്. ഇനിയും ഒരു മോരുകറി ഉണ്ടാക്കാം. തേങ്ങ, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി ഇവയെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. അതിലേക്ക് തൈര് ചേർത്ത് കൊടുത്തു. തൈരും അരപ്പും കൂടെ ഒന്ന് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു. വെളിച്ചെണ്ണയിലിട്ട കടുകും ഉലുവയും പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ചുവന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇവ എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുത്തു. മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച മോരിൻ്റെ കൂട്ടൊഴിച്ചു കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ചൂടാക്കിയെടുത്തു. തിളച്ചു പോകാതെ പെട്ടെന്ന് തന്നെ സ്റ്റൗ ഓഫ് ചെയ്തു. പിന്നെ കുറച്ച് പച്ചച്ചീര ഉണ്ടായിരുന്നു, അതൊന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. കഴുകി വൃത്തിയാക്കി വെള്ളം തോരാൻ വെച്ചിരുന്ന പച്ചച്ചീര ചെറിയ പീസായി അരിഞ്ഞെടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ പാനിൽ കടുക് പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇതിനെ അടച്ചു വെച്ച് വെന്ത് വരുമ്പോഴത്തേക്ക് ഇതിനൊരു അരപ്പുണ്ടാക്കിയെടുക്കാം. തേങ്ങ ചിരകിയതും പച്ചമുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളി, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി വെച്ച ചീര തട്ടിപ്പൊത്തി അടച്ചു വെച്ച് വേകാൻ വെച്ചു. ചീര ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒരാവി കയറുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഇതിലേക്ക് നമുക്ക് അരപ്പും ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് തട്ടിപ്പൊത്തി ഒന്നുകൂടെ അടച്ചു വെച്ച് ആവിയിൽ ഇത് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് കുറച്ച് അച്ചിങ്ങാപ്പയർ ഉപ്പ് ഇട്ട് വിനാഗിരി ഒഴിച്ച് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നു. അത് നന്നായിട്ട് കഴുകി ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവോളയും അരിഞ്ഞെടുത്ത അച്ചിങ്ങാപ്പയറും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്തു. അതിലേക്ക് മുളക് പൊടിയും വെളിച്ചെണ്ണയും ചേർത്ത് ലേശം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അങ്ങനെ അച്ചിങ്ങാപ്പയർ മെഴുക്കുവരട്ടിയും റെഡി ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ ചോറെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നുണ്ടാക്കിയ കറി സാമ്പാറാണ്. അങ്ങനെ ഉച്ചയ്ക്കത്തേക്കുള്ള കറികളും ചോറും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ കറികൾ മോര് കാച്ചിയതും സാമ്പാറും പച്ചച്ചീര തോരൻ വെച്ചതും അച്ചിങ്ങാപ്പയർ മെഴുക്കുവരട്ടിയും പപ്പടവുമാണ് ഇന്ന് നമ്മൾ കറി ഉണ്ടാക്കിയത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിശേഷങ്ങൾ. പുതിയ വിശേഷങ്ങളുമായി അടുത്ത ഒരു വീഡിയോയിൽ ഉടനെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു.